കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. അതിനിടെ 3 ജില്ലകളിൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. തൃശ്ശൂർ, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്യാവശ്യ യാത്രകൾ മാത്രം ചെയ്യണമെന്നും ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. 7 ജില്ലകളിൽ അതിശക്തമായി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. 3 ദിവസത്തേക്ക് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിങ്കളാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് തിങ്കളാഴ്ച അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത്. മാന്നാർ കടലിടുക്കിനും തെക്കൻ തമിഴ്നാടിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. ഇതിൻ്റെ സഞ്ചാരപാതയനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പൊതുവെ മഴയിൽ വർധനവ് പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. കിഴക്കൻ കാറ്റിൻ്റെ സ്വാധീനത്താൽ മലയോര മേഖലയിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത. ചെറുതായി ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മെയ് 24-നാണ് കാലവർഷം കേരളത്തിൽ ആരംഭിച്ചത്. ജൂലൈ 31 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. 3094.3 മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് ലഭിച്ചത്. കണ്ണൂരിൽ 3044.2 മില്ലിമീറ്റർ മഴയും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് കാസർഗോഡ് 2471 മില്ലിമീറ്റർ മഴയും കണ്ണൂരിൽ 2805 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. എന്നാൽ സാധാരണ പെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ മഴ ഈ ജില്ലകളിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകളിൽ പറയുന്നത്.